ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ കർത്താവിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച്, ഒരു സവിശേഷതയെക്കുറിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 64:4 തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. ഒന്ന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുക, വെയിറ്റ് ചെയ്യുന്നവരെ നിരാശപ്പെടുത്തുക, വെയിറ്റ് ചെയ്യുന്നവരെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല, വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. നമ്മൾ ശരിക്കും കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവിന്റെ പ്രവൃത്തി, കർത്താവ് ഇടപെടട്ടെ. ഞാൻ എന്നാ ചെയ്തിട്ടും, ഞാൻ എന്നാ ഉപദേശിച്ചിട്ടും, ഇല്ലെങ്കിൽ ഞാൻ എത്ര മലമറിച്ചിട്ടും മസിൽ പിടിച്ചിട്ടും ഇതിനൊരു ഉത്തരവും കിട്ടുന്നില്ല. ഏറ്റവും വലിയൊരു കാര്യം, ഒരു ഉത്തരവും കിട്ടുന്നില്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു വെളിപ്പെടുത്തലാണ്, വെളിപാടാണ്. ഇത് കർത്താവിന്റെ സമയമാണ്, കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമാണ്. നീ അനങ്ങാണ്ടിരിക്കുക, നീ ഈശോയിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക. ഈശോ കൃത്യമായിട്ട് പ്രവർത്തിക്കുക. യെശയ്യാ 64:4 അങ്ങനെയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കർത്താവ്. നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ ഒരു 2-3 വചനങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണേ. നിങ്ങളങ്ങനെ നോട്ടുകളിലേക്ക് എഴുതിയെടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടോ? വചനമൊക്കെ എഴുതിയിടുന്ന, ഡയറിയൊക്കെ എഴുതിയിടുന്ന ആൾക്കാരുണ്ട്. കേൾക്കുന്ന വചനങ്ങളൊക്കെ ഓരോ ദിവസവും വായിക്കുന്ന ഒരു വചനം സ്പെഷ്യലായിട്ട് ഓരോ ദിവസം എഴുതിയിടുന്ന ആൾക്കാരുണ്ട്. ഒരു സ്പിരിച്വൽ ജേർണലിംഗ് ഒക്കെ നടത്തും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 2-3 വചനം എന്നൊന്ന് പറഞ്ഞുതരാം, നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ്. അതായത് എനിക്ക് ഏറ്റവും സഹായം ഒന്നും കിട്ടുന്നില്ലാത്തൊരു സമയം, വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊന്നും ഈ സങ്കീർത്തനം 57 അതിന്റെ 2-3 വാക്യങ്ങൾ. വചനം കാണാതെ അറിയാൻ തോന്നുന്നല്ലേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഈശോയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഈശോ നമുക്കാരാണ്? എനിക്ക് വേണ്ടി എല്ലാം